വയനാട് ദുരന്തഭൂമിയിൽ ജനകീയ തിരച്ചിൽ ഇന്നും തുടരും. ചാലിയാറിന്റെ തീരത്തും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ജനകീയ തിരച്ചിൽ നടക്കും. 5 സെക്ടറുകളിലായാണ് തിരച്ചിൽ നടക്കുക. അതേസമയം രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി സംയുക്ത ക്യാമ്പ് ഇന്ന് നടക്കും. വിവിധ വകുപ്പുകൾ ഉൾപ്പെടുന്നതാണ് ക്യാമ്പ്. വിവരങ്ങളുമായി അർജുൻ PS മലപ്പുറത്ത് നിന്ന് സോണൽ കൃഷ്ണയും ചേരുന്നുണ്ട്. ആദ്യം അർജുനിലേക്കാണ് പോകുന്നത്. അർജുൻ, ഇന്നും ജനകീയ തിരച്ചിൽ അവിടെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സേവാഭാരതിയുടെ അടക്കം സഹായത്തോടു കൂടിയാണ് ജനകീയ തിരച്ചിലോട്ട് കടക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ബന്ധുക്കളെയും അല്ലെങ്കിൽ മിത്രങ്ങളെയും എല്ലാം കൂട്ടിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ കൂടി അവിടെ സജീവമായി ഉണ്ടാകുമെന്നാണ് അറിയുന്നത്, അല്ലേ? തീർച്ചയായും 2000-ലധികം ആളുകളാണ് ഇത്തരത്തിൽ ജനകീയ തെരച്ചിലിന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരുന്നത്. എന്നാൽ പ്രതികൂല കാലാവസ്ഥ മൂലം വൈകുന്നേരമായപ്പോഴത്തേക്കും ഈ തെരച്ചിൽ നിർത്തേണ്ടതായിട്ട് വന്നിരുന്നു. ഇവിടെയുള്ള പ്രദേശങ്ങളിൽ, സമീപ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ശക്തമായ മഴ ലഭിച്ചിരുന്നു. മാത്രമല്ല ഈ മേഖലകളിലും അല്ലെങ്കിൽ പുഞ്ചിരിമട്ടം അതുപോലത്തെയുള്ള മുണ്ടക്കൈ മേഖലകളിലും മഴ ലഭിച്ചത് മൂലം അത്തരത്തിൽ മഴ പെയ്ത മൂലം ബെയിലി പാലം അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും ജനകീയ തെരച്ചിൽ തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായാൽ ജനകീയ തെരച്ചിൽ മാറ്റിവെക്കുവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അത്തരത്തിൽ എന്ന കാലാവസ്ഥയെ അനുകൂലിച്ചിരിക്കും അല്ലെങ്കിൽ കാലാവസ്ഥയെ അനുസരിച്ചിരിക്കും ഇത്തരത്തിൽ ജനകീയ തിരച്ചിൽ ആരംഭിക്കണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക. മാത്രമല്ല ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രേഖകൾ, അതായത് വിവിധ പ്രദേശത്തുള്ള ആളുകളുടെ രേഖകൾ ഇന്ന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അവരുടെ രേഖകൾ ലഭിക്കുവാനുള്ള ഒരു അവസരമാണ്. ഈ ദുരന്തബാധിത മേഖലകളിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് കൃത്യമായി തന്നെ പരിശോധനകൾ നടത്തി രേഖകൾ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതാ മേപ്പാടി സ്കൂൾ, തൊട്ടപ്പുറത്ത് സെന്റ് ജോസഫ് സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവിടെയുള്ള ക്യാമ്പുകളിലാണ് ഇത്തരത്തിലുള്ള രേഖകൾ കൈമാറുക. മാത്രമല്ല ഇന്ന് തെരച്ചിൽ, ശക്തമായിട്ടുള്ള ഒരു തെരച്ചിലാണ് ഇന്നും നടത്തുക. പുഞ്ചിരിമട്ടം അതുപോലെ തന്നെ മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമല പ്രദേശങ്ങളിലടക്കം ഈ പരിശോധന നടക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചാലിയാർ തീരങ്ങളിലും പരിശോധന നടത്തുവാനുള്ള ഇന്ന് ശക്തമായിട്ടുള്ള ഒരു പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു സംഘം ഇന്ന് ഈ ഒരു പ്രദേശത്ത് എത്തുന്നുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ള ഒരു കാര്യം എന്നുള്ളത്. അത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു സംഘം ഇന്ന് സ്ഥലത്തെത്തുന്നു. 6 അംഗ സംഘമാണ് സ്ഥലത്തെത്തുക. ഇനി ഈ പ്രദേശത്ത് വാസയോഗ്യമാണോ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന ഇടമാണോ എന്നുള്ളത് പരിശോധിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സംഘം, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടേക്ക് എത്തുന്നത്. അത്തരത്തിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജില്ലാ കളക്ടറെ ഇതുമായി ബന്ധപ്പെട്ട ഏകോപന ചുമതല ഏർപ്പെടുത്തിയിരുന്നു. അല്ലെങ്കിൽ ഏകോപന ചുമതല ജില്ലാ കളക്ടർ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 19-ാം തീയതി മറ്റൊരു വിദഗ്ധ സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട്. അടങ്ങുന്ന ഒരു സംഘം ഇത്തരത്തിൽ കൃത്യമായി പഠനം നടത്തുവാൻ കഴിയുന്ന ഒരു സംഘം ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. അവർ ഈ ഒരു പ്രദേശത്തെ കുറിച്ച് പഠിക്കുകയും എന്താണ് ഈ ഒരു പ്രതിഭാസത്തിനുള്ള ഒരു കാരണം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഇനി ജനവാസ യോഗ്യമാണോ എന്നുള്ളതടക്കം പഠിക്കുവാൻ വേണ്ടി 19-ാം തീയതിയും ഒരു സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനകത്ത് തന്നെയും ജനകീയ തെരച്ചിൽ ഇന്നും തുടരും. ഈ തെരച്ചിലിൽ ഈ ജനങ്ങളടക്കമുള്ളവർ അല്ലെങ്കിൽ ഈ പ്രദേശത്തടക്കമുള്ളവർ അടക്കം ഈ ഒരു തെരച്ചിലിൽ പങ്കുചേരുന്നുണ്ട്. മാത്രമല്ല ജനപ്രതിനിധികൾ പങ്കുചേരുന്നുണ്ട്. ഈ ക്യാമ്പുകളിൽ ഉള്ളവർക്കടക്കം ഈ ഒരു തെരച്ചിലിൽ പങ്കുചേരാൻ കഴിയും. എന്നാൽ മാനസികമായി അധികം വിഷമതകൾ അനുഭവിക്കുന്നില്ല എങ്കിൽ, അത്തരത്തിൽ തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല എങ്കിൽ മാത്രം വരിക എന്നുള്ളതാണ് അവർക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. അത്തരത്തിൽ ക്യാമ്പുകളിൽ നിന്നടക്കം കഴിഞ്ഞ ദിവസം നിരവധി പേരാണ് ഈ തങ്ങളുടെ വീടുകളിലേക്ക്, അതായത് ഇത്തരത്തിൽ മണ്ണിനടിയിൽ കിടക്കുന്ന വീടുകളിലേക്ക് അവർ എത്തിയത്, രേഖകൾ പരിശോധിക്കുവാൻ വേണ്ടി എത്തിയത്, അല്ലെങ്കിൽ തങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കുക. മാത്രമല്ല മറ്റുള്ള തങ്ങളുടെ ബന്ധുജനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ മൃതദേഹമെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. അർജുനിലേക്ക് തിരികെ എത്താം. സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, എന്താണ് അവിടെ നിന്ന് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രദീപ്, പ്രധാനമായി ഇന്നും ചാലിയാറിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. 5 സെക്ടറുകളായി തിരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത്. 1-ാമത്തെ സെക്ടറിൽ മാത്രം പുറത്തു നിന്നുള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. അതിൽ ഔദ്യോഗികമായിട്ടുള്ളവർക്ക് മാത്രമേ കൃത്യമായി തെരച്ചിൽ നടത്താൻ കഴിയൂ. ഈ ഇരുട്ടുകുത്തി, മുണ്ടേരിയിലെ ഇരുട്ടുകുത്തി മുതൽ ഇങ്ങോട്ടേക്കാണ് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തുക. അതുപോലെ തന്നെ നിലമ്പൂർ ഉൾക്കാടുകളിലും പരിശോധന നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെയും ഒരു മൃതദേഹം ചാലിയാറിൽ നിന്ന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ മൃതദേഹം ഇന്നലെ തന്നെ നിലമ്പൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം അത് വയനാട്ടിലേക്ക് കൊടുത്തയക്കും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. നിലവിൽ ചാലിയാർ
ചാലിയാറിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് 79 മൃതദേഹങ്ങളാണ്. അതിൽ 40 ആണിന്റെയും 32 സ്ത്രീയുടെയുമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 3 കുട്ടികളുടെയും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബോഡി പാർട്സ് ആയി ലഭിച്ചിട്ടുള്ളത് 166 എന്നുള്ളൊരു കണക്ക് കൂടി ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടം പുറത്തുവിടുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നാളെയാണ് ചാലിയാറിൽ ജനകീയ തിരച്ചിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാ സംഘടനകളിൽ നിന്നും 15 പേരുൾപ്പെടുന്ന ഒരു സംഘം, വിവിധ രാഷ്ട്രീയ സംഘടന, അങ്ങനെ എല്ലാ സംഘടനകളിൽ നിന്നും 15 പേരുൾപ്പെടുന്ന ഒരു സംഘമായിരിക്കും ഇത്തരത്തിൽ തിരച്ചിലിന് വേണ്ടി തയ്യാറാവുക. അതിൽ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ ഔദ്യോഗിക സംവിധാനങ്ങളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇവരുടെ ബന്ധുക്കൾക്ക് കൂടി ഇതിൽ തെരച്ചിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം നാളെ നൽകുന്നുണ്ട്. മുണ്ടേരിയിലെ ഇരുട്ടുകുത്തി മുതൽ ഇങ്ങോട്ടേക്കാണ് കൃത്യമായിട്ടുള്ള ഒരു തെരച്ചിൽ ഉണ്ടാവുക എന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. പ്രദീപ്. ശരി, സോണൽ കൃഷ്ണയാണ് ചാലിയാർ തീരത്തെ അല്ലെങ്കിൽ ചാലിയാർ പുഴയിലെ അടക്കമുള്ള തിരച്ചിലിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.